ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിതാ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ചെറിയ സ്പൂണിൽ 1/4 ഭാഗം ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിന് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയും പഞ്ചസാരയില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി അതിന് ശേഷം ഇതിൽ 1/4 കപ്പ് പാലും കൂടി വേണം. അപ്പം പാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ മിക്സ് അധികം ലൂസായി പോകരുത്, ഒരു മീഡിയം സൈസിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ കുഴച്ചതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രൈ ആക്കാൻ പോകുന്നു. എന്തായാലും ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ നല്ലോണം ഒന്ന് സെറ്റായി വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാവുമ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കല്ലേ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഉള്ളിൽ നല്ലോണം പഞ്ഞി പോലെ വന്നിട്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.